ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റെജീസ് കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സ്നാക്ക് റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെഡ് ഒരു പാക്ക്, സവാള 2 ചോപ്പ് ചെയ്തത്, പച്ചമുളക് 3, തക്കാളി 1, കറിവേപ്പില, മല്ലിയില, ഇഞ്ചി പേസ്റ്റ്, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും, 4 മുട്ട പുഴുങ്ങി ചോപ്പ് ചെയ്തെടുത്തത്. ഇതൊക്കെയാണ് ഇതിലേക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ. ഇത് 4 മുട്ട ഒരു പാക്ക് ബ്രെഡിന് എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് എടുക്കാം. ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിനായി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെക്കുക. പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2 ടീസ്പൂൺ മതിയാവും. നമ്മൾ ഓയിൽ കുറഞ്ഞ ഒരു സ്നാക്കാണ് ഇവിടെ റെഡിയാക്കുന്നത്, അപ്പോൾ 2 ടേബിൾ സ്പൂൺ മതിയാവും. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് കൂടുതലായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. എന്നിട്ട് ഇതിൽ മുട്ടയ്ക്ക് പകരം നമുക്ക് ചിക്കന്, ബീഫ്, വെജിറ്റബിൾ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ഇന്ന് ഇഷ്ടമില്ലാത്തവർക്ക് പഴം തേങ്ങ വെച്ചിട്ട് മധുരമായിട്ട് അങ്ങനെ ചെയ്യാം. സവാള ഇവിടെ 2 മിനിറ്റ് കുക്കായിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി പേസ്റ്റ്, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക, അല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഗരം മസാലയൊക്കെ നമുക്ക് ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മാഗി ക്യൂബ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടോ. ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട ചേർത്തതിന് ശേഷം കൂടുതലായിട്ടൊന്നും ഇളക്കരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാം കൂടി മിക്സ് ആവുന്ന രീതിയിൽ മാത്രം ഇളക്കി കൊടുക്കുക. ഇത് അടച്ച് വെച്ച് വേവിക്കരുത്. നമുക്ക് ഇതേപോലെ ഡ്രൈ ആയിട്ടുള്ളൊരു പരുവാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ അടച്ച് വെച്ച് ഒരിക്കലും ഇത് വേവിക്കരുത്. ഇനി ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ച മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ഇനി നമുക്കിത് എങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ നോക്കാം. ഇതുപോലെ ഒരു ടോസ്റ്ററിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ചിലർക്കൊക്കെ അറിയുണ്ടാവും. ഇതിൽ ഓയിലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും തയ്യാറാക്കാം. ഇത് അത്രക്കും സിമ്പിളാണ്. ഇതുപോലെ ഓരോ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് പരത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇനി വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിന് മേലെ ഇങ്ങനെ വെക്കുക. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലാക്കുക. എന്നിട്ട് ഇതൊന്ന് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇനി 2 മിനിറ്റ് ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. അപ്പുറം കൂടി ഒന്ന് കുക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിക്കാൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. പുതിയൊരു റെസിപ്പി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.